ജിനെക്സ് ടെക്നിക്കൽ ക്യാമ്പസിന്റെ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബേസ്ഡ് ആയിട്ടുള്ള PSC കോച്ചിങ്ങിന്റെ AC ഫണ്ടമെന്റൽസ് എന്നുള്ള ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. AC ഫണ്ടമെന്റൽസിനെ പറ്റി പഠിക്കുമ്പോഴത്തേക്കും ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ ബേസിക് വേവ് ഫോമിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. ആ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ ബേസിക് വേവ് ഫോംസിൽ ആംപ്ലിറ്റ്യൂഡ്, ടൈം പീരീഡ് ആൻഡ് ഫ്രീക്വൻസി ഈ മൂന്ന് ക്വാണ്ടിറ്റികൾ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഡിഫറൻറ്റ് വേവ് ഫോംസും അതിന്റെ വാല്യൂസിലോട്ടും കുറച്ച് ഡെപ്ത് ആയിട്ട് പോയി കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഈ ഏരിയയിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസിനെക്കാട്ടി കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് ബേസിക് വാല്യൂസ് പഠിക്കുന്നതിനാണ്. ഇന്ന വേവ് ഫോമിന്റെ ആവറേജ് വാല്യൂ എന്താണ്, ആവറേജ് വാല്യൂ RMS വാല്യൂ എന്താണ്, അല്ലെങ്കിൽ ആ വേവ് ഫോമിന്റെ മാക്സിമം വാല്യൂ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുന്നിടത്താണ് ഈ ഏരിയയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് കൂടുതലും PSC നേരത്തെ ചോദിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ഒരു സബ് എഞ്ചിനീയറും പോലത്തെ എക്സാംസിന് കുറച്ചും കൂടെ ഒന്ന് ഡെപ്തിലേക്ക് ഇറങ്ങി ചെന്ന് ഈ ടോപ്പിക്സ് പഠിക്കുകയും വേണം. ലെക്ചറിംഗ് പോളിടെക്നിക് പോലത്തെ എക്സാംസിനാണെന്നുണ്ടെങ്കിൽ ഈ ബേസിക് ഓരോ വേവ് ഫോമിന്റെയും വാല്യൂസ് ബേസിക് ആയിട്ട് അറിഞ്ഞു വെച്ചിരിക്കുക. പിന്നെ ആ വാല്യൂസ് വെച്ചിട്ടുള്ള ബേസിക് റേഷ്യോസും കൂടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് AC ഫണ്ടമെന്റൽസ് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കൊരു ബേസിക് വേവ് ഫോം വെച്ച് തന്നെ തുടങ്ങാം. എന്തിനാണ് ഒരു വേവ് ഫോമിനെ ഓൾട്ടർനേറ്റിംഗ് എന്ന് വിളിക്കുന്നത്? വൈ എ വേവ് ഫോം ഇസ് കോൾഡ് AC വേവ് ഫോം, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് എന്തിനാണ് പറയുന്നത്? നമ്മൾ ഈ വരച്ചേക്കുന്നത് ഒരു സിനുസോയിഡൽ വേവ് ഫോം, സൈൻ വേവ് ഫോം ആണ്. ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ആൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് വേവ് ഫോം. ഓൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള വേവ് ഫോം ആണ്. പക്ഷേ ഇത് മാത്രമാണ് ഓൾട്ടർനേറ്റിംഗ് വേവ് ഫോം എന്ന് വിചാരിക്കുന്നത്. പൊതുവിൽ അങ്ങനെ ഒരു ധാരണയുണ്ട്. ഇപ്പൊ AC എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന വേവ് സൈൻ വേവ് ആണ്. പക്ഷേ ട്രയാങ്കിളോ റെക്ടാങ്കിളോ സോറ്റൂത്തോ ആയിട്ടുള്ള ഏത് വേവ് ഫോമിനെ വേണമെങ്കിലും, പ്രോപ്പറായിട്ട് പോസിറ്റീവും നെഗറ്റീവും ഹാഫ് സൈക്കിൾസ് ഉള്ള ഏത് വേവ് ഫോമിനെ വേണമെങ്കിലും നമുക്ക് ഓൾട്ടർനേറ്റിംഗ് എന്നുള്ള നേച്ചറിന്റെ കീഴിൽ പെടുത്താം. പക്ഷേ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച്, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഇലക്ട്രിക്കൽ കമ്മീഷൻ അംഗീകരിച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് we use sine wave to represent an alternating current. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്സിലും കരിക്കുലത്തിലും എല്ലാം സൈൻ വേവ് തന്നെ ഫോളോ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ സൈൻ വേവിനെ ബേസ് ചെയ്ത് ഇതൊരു പ്യുവർ സൈൻ വേവ് ആണ്. ഈ പീരിയോഡിക്കൽ സൈൻ വേവ്, പീരിയോഡിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ടൈമിന് ശേഷം വീണ്ടും അതേപോലെ റിപ്പീറ്റ് ചെയ്യുന്ന വേവ് ഫോംസിനെയാണ് പീരിയോഡിക്കൽ എന്ന് പറയുന്നത്. വേവ് ഫോംസിന്റെ ബേസിക്സ് നമ്മൾ മാത്തമാറ്റിക്സിൽ കുറച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പീരിയോഡിക്കൽ വേവ് ഫോം എന്ന് പറഞ്ഞാൽ ഇറ്റ് റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് ആഫ്റ്റർ എ പർട്ടിക്കുലർ ടൈം ഇന്റർവൽ. അങ്ങനെയുള്ള വേവ് ഫോംസിനെയാണ് പീരിയോഡിക്കൽ എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റിംഗ് എന്ന് പറയാൻ കാരണം സീറോന് ഇടയ്ക്കിടയ്ക്ക് ക്രോസ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ കൺസെപ്റ്റിലായിട്ട് പറഞ്ഞാൽ ഇറ്റ് ഹാസ് എ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആൻഡ് ആൻ ഓൾട്ടർനേറ്റീവ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളിന് ശേഷം there is a set of negative values. അതുകൊണ്ടാണ് അതിനെ ഓൾട്ടർനേറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ പറഞ്ഞ മൂന്ന് ക്വാണ്ടിറ്റീസ്, ആംപ്ലിറ്റ്യൂഡ് എന്താണ്, ടൈം പീരീഡ് എന്താണ്, ഫ്രീക്വൻസി എന്താണെന്ന് ഈ ബേസിക് വേവിനെ വെച്ചിട്ട് നമുക്കൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് നോക്കാം. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആ വേവ് ഫോമിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. വാട്ട് ഈസ് ദ വാല്യൂ, അല്ലെങ്കിൽ ആ വേവ് ഫോമിന്റെ പൊക്കത്തിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് ആംപ്ലിറ്റ്യൂഡ്. പ്ലസ് ടുവിലൊക്കെ നമ്മൾ ഈ വാക്കിനെ ഇതിനെ ക്രസ്റ്റ് എന്നും ട്രഫ് എന്നും പറഞ്ഞ രണ്ട് വാക്കുകൾ ഉപയോഗിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കും. കുറച്ചും കൂടെ പ്രൊഫഷണൽ ലെവലിലേക്ക് വരുമ്പോൾ ആ വാക്കുകളൊക്കെ പോയിട്ട് ആംപ്ലിറ്റ്യൂഡ് എന്ന് മാത്രമാവും. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഈ മാക്സിമം പൊക്കത്തിന് മാത്രമല്ല ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. ഏത് ഇൻസ്റ്റന്റില്, ഏത് സമയത്തെ ആ വേവ് ഫോമിന്റെ പൊക്കത്തിനെയും ആംപ്ലിറ്റ്യൂഡ് എന്ന് തന്നെ വിളിക്കാം. നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് π/2 എന്ന് പറഞ്ഞ ഇൻസ്റ്റന്റിൽ, അല്ലെങ്കിൽ 90 ഡിഗ്രി എന്ന് പറഞ്ഞ ഇൻസ്റ്റന്റിലുള്ള സൈൻ വേവിന്റെ മാക്സിമം പൊക്കത്തിനാണ്. V മാക്സിമം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് V സഫിക്സ് M എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. VM എന്ന് പറഞ്ഞാൽ അതിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആണ്. അപ്പോൾ the value of the waveform at any instant can be termed as amplitude. ഏതൊരു ഇൻസ്റ്റന്റിലെ വാല്യൂവിനെ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കാം. ആൻഡ് ദ മാക്സിമം വാല്യൂ വിൽ ബി കോൾഡ് ദ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, അല്ലെങ്കിൽ പീക്ക് വാല്യൂ. നെഗറ്റീവിലും ഇതേ പീക്ക് തന്നെ ആയിരിക്കും ഒരു സിമെട്രിക്കൽ ആയിട്ടുള്ള വേവ് ഫോം. എല്ലാ വേവ് ഫോംസും അങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ പ്യുവർ സൈൻ വേവിന്റെ കാര്യത്തിൽ അത് അങ്ങനെയാണ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ടൈം പീരീഡ്. ടൈം പീരീഡ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പീരിയോഡിസിറ്റിയുമായിട്ട് കുറച്ചും കൂടെ ബന്ധമുള്ള വാക്കാണ്. പീരിയോഡിക് ആയിട്ടുള്ള വേവ് ഫോംസിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ദ വേവ് ഫോം വിച്ച് റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് ആഫ്റ്റർ എ പർട്ടിക്കുലർ ടൈം ഇന്റർവെൽ ഈസ് കോൾഡ് പീരിയോഡിക് വേവ് ഫോം. ഏത് സമയത്തിന് ശേഷമാണോ ആ വേവ് ഫോം റിപ്പീറ്റ് ചെയ്യുന്നത് ആ സമയത്തിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് ടൈം പീരീഡ്. The time after which a waveform repeats itself. കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് ഈ വേവ് ഫോം വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 0 എന്ന് പറഞ്ഞ ഇൻസ്റ്റന്റിനെ പോലെ വീണ്ടും നമ്മൾ കാണുന്നത് 2π എന്ന് പറഞ്ഞ ഇൻസ്റ്റന്റിലാണ്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് ആ വാല്യൂസും കൂടെ ഞാൻ പറയാം. പൈക്ക് 180 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ആംഗുലാർ മോഡിലായിരിക്കും നമ്മൾ ഈ ആക്സിസ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. തീറ്റയാണ് ആംഗിൾ എന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ തീറ്റയാണ് ആക്സിസ് എന്ന് വിചാരിച്ചാൽ 0 ഡിഗ്രി
90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി ആൻഡ് 360 ഡിഗ്രി. നിങ്ങൾക്ക് ആ വേവ് ഫോമിൽ കാണാവുന്നത് പോലെ 0 കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് 2π അല്ലെങ്കിൽ 360 0 കഴിഞ്ഞാൽ അതുപോലെ റിപ്പീറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ വീണ്ടും 0 ആവുന്ന ഇൻസ്റ്റന്റ് അല്ല. ഇവിടെയും 0 ആവുന്നുണ്ട്, പക്ഷേ പോസിറ്റീവ് വാല്യൂയിലേക്ക് ഇൻക്രീസ് ചെയ്ത് പോകുന്ന പോലെ ഈ പോസിറ്റീവ് ഇൻക്രീസ് വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നത് 2π എന്ന് പറയുന്ന ഇൻസ്റ്റന്റിലാണ്. ആ ഇൻസ്റ്റന്റിനെയാണ് നമ്മൾ ഇതിന്റെ ടൈം പീരീഡ് എന്ന് വിളിക്കുന്നത്. അപ്പം ദ ടൈം പീരീഡ് ഓഫ് എ പ്യുവർലി സിനുസോയിഡൽ വേവ് എന്ന് പറയുന്നത് 2π ആയിരിക്കും. ബിക്കോസ് ദ വേവ് ഫോം റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് ആഫ്റ്റർ എ ടൈം ഇന്റർവെൽ ഓഫ് 2π. 2π എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. ചിലപ്പോൾ ഓപ്ഷൻസിൽ 2π എന്നോ 360 ഡിഗ്രി എന്നോ ഒക്കെ അവർ തരാം. ഏത് ആംഗുലർ ആയിട്ടാണ് പറയുന്നതെങ്കിലും പൈ വെച്ചിട്ടാണ് പറയുന്നതെങ്കിലും മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഓരോ ആംഗിളും എന്തിനെ സൂചിപ്പിക്കുന്നുള്ളതും കൂടെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ, അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടെ സിമ്പിൾ ആയിരിക്കും ഓപ്ഷൻസിലേക്ക് എത്താൻ. തെറ്റിപ്പോകാതെ ഫൈനൽ ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ നല്ലതായിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ഫ്രീക്വൻസി. ഈ ക്വാണ്ടിറ്റിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ എപ്പോൾ പഠിക്കുമ്പോഴും ബേസിക് ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹേർട്സ് ആണെന്ന് നിങ്ങൾക്കറിയാം. കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ സൈക്കിൾസ് പെർ സെക്കൻഡിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് ഹേർട്സ്. സൈക്കിൾസ് പെർ സെക്കൻഡ് എന്നുള്ളതിന്റെ ഒറ്റ വാക്കാണ് ഹേർട്സ്. അപ്പോൾ വാട്ട് ഇസ് ഫ്രീക്വൻസി എന്നും കൂടെ നോക്കാം. ഫ്രീക്വൻസിയും ആംപ്ലിറ്റ്യൂഡിനെയും ടൈം പീരീഡിനെയും പോലെ ഒരു വേവ് ഫോമിന്റെ ബേസിക് പ്രോപ്പർട്ടിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി ഈസ് ദ നമ്പർ ഓഫ് സൈക്കിൾസ് കംപ്ലീറ്റഡ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര വട്ടം സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവണമെങ്കിൽ there should be a positive set of values and a negative set of values. ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും ചേരുന്നതിനെയാണ് ഒരു സൈക്കിൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ദ നമ്പർ ഓഫ് സൈക്കിൾസ് കംപ്ലീറ്റഡ് ഇൻ 1 സെക്കൻഡ് ഇസ് കോൾഡ് ഫ്രീക്വൻസി. അതുകൊണ്ടാണ് യൂണിറ്റ് സൈക്കിൾസ് പെർ സെക്കൻഡിലേക്ക് മാറിയത്. ഫ്രീക്വൻസി ഒരു എണ്ണമാണ്. എത്ര സൈക്കിളുകൾ കംപ്ലീറ്റ് ആവുന്നുള്ളതിന്റെ ഒരു എണ്ണം മാത്രമാണ് ഫ്രീക്വൻസി. സൈക്കിൾസ് പെർ സെക്കൻഡിന്റെ ഒറ്റ വാക്ക് ഹേർട്സ് ആണ്. HZ കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഹേർട്സ് ആണ് സൈക്കിൾസ് പെർ സെക്കൻഡിന്റെ ഒറ്റ വാക്ക്. ഇനി AC ഫണ്ടമെന്റൽസിൽ വാല്യൂസിനെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ നമ്മൾ പറഞ്ഞായിരുന്നു, ഇൻസ്റ്റന്റനിയസ് വാല്യൂ. അതായത് ഈ വേവ് ഫോമിന്റെ ഏത് ഇൻസ്റ്റന്റിലുള്ള വാല്യൂനെയും ഏത് സമയത്തുള്ള വാല്യൂനെയും നമുക്ക് നോട്ട് ചെയ്യാം. ഇതിനെല്ലാം ഓരോ ഇൻസ്റ്റൻസ് ആണ്. ഏത് ഇൻസ്റ്റന്റിലുള്ള വാല്യൂനെയും നമുക്ക് ഇൻസ്റ്റന്റനിയസ് വാല്യൂ എന്ന് വിളിക്കാം. അപ്പോൾ ഇൻസ്റ്റന്റനിയസ് വാല്യൂ എന്താണെന്ന് അറിയണം. നെക്സ്റ്റ് വൺ, ഇതിന്റെ മാക്സിമം വാല്യൂ, ഏറ്റവും കൂടുതലുള്ള പൊക്കം, അതിനെ നമ്മൾ നേരത്തെ പേര് പറഞ്ഞ് വിളിച്ചായിരുന്നു പീക്ക് വാല്യൂ എന്നായിരിക്കും നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക. ഇത് രണ്ടും ബേസിക് ആയിട്ടൊരു വേവ് ഫോമിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. നമ്മൾ കണ്ടുപിടിക്കേണ്ടതോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡീപ്പായിട്ടോ പഠിക്കേണ്ടത് ആവറേജ് വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂ. ആവറേജ് അല്ലെങ്കിൽ മീൻ വാല്യൂവിനെയാണ് നമ്മൾ കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. കൂടാതെ RMS ഓർ എഫക്റ്റീവ്. ഞാൻ എന്തിനാണ് ഈ പേരുകളെല്ലാം സൂചിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, മീൻ വാല്യൂ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ DC വാല്യൂ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അത് നമ്മുടെ മനസ്സിലോട്ട് പോകണം. DC വാല്യൂ എന്ന് പറഞ്ഞാൽ ആവറേജ് വാല്യൂ ആണെന്നുള്ളത്. ഒരേ വാക്കിനെ ഒരേ കാര്യത്തിനെ സൂചിപ്പിക്കുന്ന ഒന്നിൽ കൂടുതൽ ടേംസ് ഉണ്ടാവാം. ടെക്നിക്കൽ എക്സാംസിനെ സംബന്ധിച്ച് നമ്മുടെ പ്രിപ്പറേഷന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കേണ്ട കാര്യങ്ങൾ ഒന്ന്, ഒരു കാര്യത്തിന് മറ്റൊരു പേരുണ്ടെങ്കിൽ അത് കൃത്യമായും നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. കാര്യം PC ഏത് ടേമാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയത്തില്ല. നമ്മളത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആവറേജ് വാല്യൂ എന്ന് പറയുന്നതിന്റെ മറ്റു പേരുകൾ ഇതൊക്കെയാണ്: മീൻ വാല്യൂ ആൻഡ് DC വാല്യൂ. പല പല വേവ് ഫോംസിന്റെയും ആവറേജ് എന്താണ്, മീൻ എന്താണെന്നുള്ളത് ബേസിക് ആയിട്ട് അറിഞ്ഞിരുന്നാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. എസ്പെഷ്യലി RMS കൂടെ അറിഞ്ഞിരുന്നാൽ കുറച്ചും കൂടെ നല്ലത്. RMS വാല്യൂവിന്റെ മറ്റൊരു പേരാണ് എഫക്റ്റീവ് വാല്യൂ. RMS എന്ന് പറയുന്നത് റൂട്ട് മീൻ സ്ക്വയർ എന്ന് സൂചിപ്പിക്കുന്ന വാക്കാണ് RMS. റൂട്ട് മീൻ സ്ക്വയർ എന്നാണ് അതിന്റെ ഫുൾ ഫോം. പക്ഷെ കൺസെപ്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചും കൂടെ നല്ലത്, അല്ലെങ്കിൽ RMS എന്താണെന്ന് മനസ്സിലാകാൻ കുറച്ചും കൂടെ നല്ലത് തിരിച്ചു വായിക്കുന്നതായിരിക്കും. സ്ക്വയർ ഓഫ് മീൻ അതിന്റെ റൂട്ട്. നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും ഇതുപോലത്തെ ഉള്ള കുഞ്ഞു കുഞ്ഞു ഷോർട്ട് കട്ട്സ് പോലെ പഠിക്കാൻ നോക്കിയാൽ, ഷോർട്ട് കട്ട്സ് എന്നല്ല, കൺസെപ്റ്റിൽ തന്നെ കാര്യം അറിഞ്ഞ് പഠിക്കാൻ ശ്രമിച്ചാൽ കുറച്ചും കൂടെ സിമ്പിൾ ആയിരിക്കും കാര്യം. RMS എന്ന് പറഞ്ഞാലും അതിന്റെ അർത്ഥം ഇതാണ്: ഇറ്റ് ഈസ് ദ സ്ക്വയർ, വാല്യൂസിന്റെ സ്ക്വയർ. ആ സ്ക്വയറിന്റെ മീൻ എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ തന്നെയാണ്. ഇപ്പൊ രണ്ട് നമ്പേഴ്സ് V1 and V2 ഉണ്ടെങ്കിൽ അതിന്റെ ആവറേജ് എന്ന് പറയുന്നത് V1 + V2/2 ആണെന്ന് നമുക്കറിയാം. അതുപോലെ RMS എന്ന് പറയുമ്പോഴത്തേക്ക് there are two values V1 and V2. RMS വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ V1 സ്ക്വയർ + V2 സ്ക്വയർ / 2. രണ്ടിന്റെ സ്ക്വയർ എടുത്തു, മീൻ എടുത്തു, ആവറേജ് എടുത്തു, ഇതിന്റെ റൂട്ട്. ഇതായിരിക്കും റൂട്ട് മീൻ സ്ക്വയർ. തിരിച്ചു വായിച്ച കൺസെപ്റ്റ് ക്ലിയർ ആണ്. സ്ക്വയറിന്റെ മീൻ അതിന്റെ റൂട്ട്.
ഈ രീതിയിൽ പഠിച്ചു പോയാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ RMS ഉം ആവറേജും ബേസിക് വേവ് ഫോംസിന്റെ എല്ലാം പഠിച്ചു വെക്കുക. അവരുടെ റേഷ്യോയും കൂടെ RMS by average is called form factor. ഫോം ഫാക്ടറിൽ പല പല വേവ് ഫോംസിന് ഒന്ന് ന്യൂമറിക്കൽ വാല്യൂസ് കൃത്യമായി ശ്രദ്ധിച്ചു വെച്ചിരുന്നാൽ വളരെ ഉപകാരമുണ്ടാവും. ഫോം ഫാക്ടർ 1 ആകുന്ന കേസുകളും ഏത് വേവ് ഫോമാണ് അതും കൂടെയൊക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചാൽ കുറച്ചും കൂടെ കംപ്ലീറ്റ് ആയിരിക്കും നിങ്ങളുടെ പഠനം. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓൺ ദി നെക്സ്റ്റ് ടെക്നിക്കൽ